എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് ഫിസിക്സിലെ മനോഹരമായ ഒരു ബ്രാഞ്ചിനെ കുറിച്ചാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. ഈ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്രശാഖയിൽ കൂടുതലായും നമ്മൾ പഠിക്കുന്നത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൻ്റെ ആവറേജ് പ്രോപ്പർട്ടിയുടെ എക്സ്പ്ലനേഷനാണ്. നിങ്ങൾ ലാബുകളിൽ ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ പല ക്വാണ്ടിറ്റിയും മെഷർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ അല്ലെങ്കിൽ ഒരു മീൻ വാല്യൂ എടുത്താണ് നമ്മൾ ആ എക്സ്പെരിമെൻ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും ചെയ്യുന്നത്. ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയുടെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷനിലേക്കല്ല ഇത് പോകുന്നത്. അതുപോലുള്ള അല്ലെങ്കിൽ അത്തരം തെർമോഡൈനാമിക് ആയിട്ടുള്ള ഐഡൻറ്റിക്കൽ സിസ്റ്റത്തിനെ ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നും കൺക്ലൂഷൻ എടുത്ത് ആ സിസ്റ്റത്തിൻ്റെ ഒരു ആവറേജ് പ്രോപ്പർട്ടി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ബ്രാഞ്ച് which shows how the overall behavior of the system, which has many particles, is related to the properties of the individual particles themselves. ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരുപാട് പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി അതിലുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടിയുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെർമോഡൈനാമിക് പ്രോബബിലിറ്റിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് നമുക്ക് തരുന്നത്. അപ്പോൾ പല സിസ്റ്റത്തിലും എങ്ങനെ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, എത്ര പാർട്ടിക്കിൾസിനെ എങ്ങനെ എനർജി നിർണ്ണയിച്ചിരിക്കുന്നു എന്നുള്ളതെല്ലാം വളരെ മനോഹരമായി നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ കൂടി പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മാത്സ് കോറാണ്, അപ്പോൾ കോംപ്ലിമെൻ്ററി ടോപ്പിക്കിൽ ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ടില്ല. നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ മാത്സിൽ നിങ്ങളുടെ കോർ സബ്ജക്റ്റിൽ നിങ്ങൾ പ്രോബബിലിറ്റി പഠിക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രാഞ്ചല്ലേ പ്രോബബിലിറ്റി. അതായത് ഒരുപാട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും എങ്ങനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് പ്രോബബിലിറ്റി തിയറി നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്തതും ഇതുപോലെ ഒരുപാട് ഐഡൻറ്റിക്കൽ ഈവൻറ്റിൻ്റെ ട്രയലുകളിൽ നിന്നുമാണ് ആ പ്രോബബിലിറ്റി തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഒരർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലും ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റിയാണ് അത് തരുന്നത്. നമുക്കറിയാം, ലോകത്തുള്ള പല സിസ്റ്റങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്താലും അത് ഒരു പാർട്ടിക്കിളിൽ അധിഷ്ഠിതമല്ല. ഒരുപാട് പാർട്ടിക്കിൾ ഇൻക്ലൂഡ് ചെയ്ത സിസ്റ്റങ്ങളാണ് ഈ യൂണിവേഴ്സ് മുഴുവൻ. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അതേപോലെ അനേകം പാർട്ടിക്കിൾ ഒരു സിസ്റ്റത്തിലുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും അത് പറഞ്ഞു തരുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ തിയറീസ്. അപ്പോൾ ആ സിസ്റ്റത്തിന്റെ ഒരു ആവറേജ് പ്രോപ്പർട്ടി, അതിന്റെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് അതിന്റെ ഒരു ആവറേജ് പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം, ഇതാണ് അനദർ കൈൻഡ് ഓഫ് പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയും. അതാണ് നമുക്ക് ഈ മെക്കാനിക്സിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ഒരു സിസ്റ്റത്തിലേക്ക്, ഒരു തെർമോഡൈനാമിക് സിസ്റ്റമാണ് നമ്മൾ എടുക്കുന്നത്, സോ എനർജി, ടെമ്പറേച്ചർ എല്ലാം അതിൽ ഇൻവോൾവ് ആണ്. ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ ഇ എന്ന് പറയുന്ന എനർജി കൊടുത്തു എന്ന് വിചാരിക്കുക, ടോട്ടൽ എനർജി ഇ കൊടുത്തു. അതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ലെറ്റ് ക്യാപിറ്റൽ എൻ ബി ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ആ എന്നിൽ ഒരു ഭാഗം ഈ ഇയിൽ നിന്നും E1 എന്ന് പറഞ്ഞ എനർജി എടുക്കാം, വിച്ച് മീൻസ് N1 പാർട്ടിക്കിൾസിനെ E1 എന്ന് പറയുന്ന എനർജി എടുക്കാം, N2 പാർട്ടിക്കിൾസിനെ E2 എന്ന് പറയുന്ന എനർജി എടുക്കാം, ആൻഡ് സോ ഓൺ. അപ്പൊ അതിലുള്ള ഓരോ ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസും ഇയിൽ നിന്നും കുറച്ച് എനർജി എടുക്കും. ഒരർത്ഥത്തിൽ നിങ്ങൾക്ക് ഞാനൊരു കേക്ക് തരുന്നു. അതിൽ നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന പീസുകളുടെ സൈസ് ഇറ്റ് ഈസ് ഡിഫറെന്റ്. പക്ഷെ അതെല്ലാം കൂട്ടി വെച്ചാൽ നമുക്ക് എന്താകും, ഒരു കേക്ക് ആവും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. N1 പാർട്ടിക്കിൾസ് എടുത്ത E1ഉം N2 പാർട്ടിക്കിൾസ് എടുത്ത E2ഉം എല്ലാ എനർജികളും അതിന്റെ പാർട്ടുകളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടോട്ടൽ എനർജി. അപ്പൊ വേറൊരു അർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് സ്റ്റഡി ചെയ്യുന്നത് എത്ര പാർട്ടിക്കിൾസിന് E1 എനർജി ഉണ്ട്, എത്ര പാർട്ടിക്കിൾസിന് E2 എനർജി ഉണ്ട് എന്നുള്ള ഒരു പ്രോബബിലിറ്റി സ്റ്റഡിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് തരുന്നത് ആ സിസ്റ്റത്തിന്റെ. അതിലൊരു കണ്ടീഷൻ ഉണ്ട്, ആ സിസ്റ്റം എന്ത് കണ്ടീഷനിലായിരിക്കണം,
ഇക്വിലിബ്രിയം കണ്ടീഷൻ ആകുമ്പോൾ മാത്രമാണ് ഈ പ്രഡിക്ഷൻസ് എല്ലാം നടക്കുന്നത്. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ടോട്ടൽ എനർജി ഹൗ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ്. ഇതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് n പാർട്ടിക്കിൾസ് ഉണ്ട്, അതിൽ n1 E1 എനർജി, n2 E2 എനർജി, n3 E3 എനർജി ആൻഡ് സോ ഓൺ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ W, അത് പറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n1 ഫാക്ടോറിയൽ, n2 ഫാക്ടോറിയൽ etc. So this is the expression for the statistical probability. അടുത്ത നമുക്ക് പഠിക്കാനുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ടേമാണ് മൈക്രോസ്റ്റാറ്റ് ആൻഡ് മാക്രോസ്റ്റാറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പഠിച്ചു കഴിഞ്ഞു, എങ്ങനെ ടോട്ടൽ എനർജി ഈ ഡിഫറെൻ്റ് പാർട്ടിക്കിൾസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ രണ്ട് ടേം അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, മൈക്രോസ്റ്റേറ്റ് ആൻഡ് മാക്രോസ്റ്റേറ്റ്. ഇത് ഒരു നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, ഇറ്റ് മേ റിലേറ്റ് വിത്ത് ദി സൈസ് ഓഫ് ദി സിസ്റ്റം. വലിയ സിസ്റ്റങ്ങളെ മാക്രോസ്റ്റേറ്റുകളെന്നും ചെറിയ സിസ്റ്റങ്ങളെ മൈക്രോസ്റ്റേറ്റ്, അങ്ങനെയല്ല കാര്യം. മാക്രോസ്റ്റേറ്റ് ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. മാക്രോസ്റ്റേറ്റ് always involve an amount of matter which is large enough to measure its pressure, volume, temperature, etc. Macrostate എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഉണ്ട്. It consists of a large number of particles so that we can measure its pressure, volume and temperature. അപ്പോൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ മാക്രോസ്റ്റേറ്റിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ആ സമയത്തുള്ള വേരിയബിൾസ് ആയ തെർമോഡൈനാമിക് വേരിയബിൾസ് ആയ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും അതിൻ്റെ ഇന്റേണൽ എനർജിയും എല്ലാം ആയിരിക്കും ആ മാക്രോസ്റ്റേറ്റിനെ നിർണ്ണയിക്കുന്ന ഘടകം. അപ്പോൾ മാക്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് മാറ്റർ അതിലുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിന്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ നിർണ്ണയിക്കാൻ പറ്റും. ഈ മാക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒബ്സർവബിൾ പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആൻഡ് റിമെയിൻസ് കോൺസ്റ്റന്റ് when these observable properties do not change. ഈ ഒബ്സർവബിൾ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മാക്രോസ്റ്റേറ്റ് ഫോർ എ പർട്ടിക്കുലർ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇസ് എ കോൺസ്റ്റന്റ്, ഡസന്റ് ചേഞ്ച് ഓവർ ടൈം. ഇതാണ് മാക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്രോസ്റ്റേറ്റിനെ ആ സിസ്റ്റത്തിന്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എല്ലാം മെഷർ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ടേമാണ് മാക്രോസ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നാം ഇറ്റ് ഇൻവോൾവ് സ്മോൾ എമൗണ്ട് ഓഫ് മാറ്റർ. അല്ല, മൈക്രോസ്റ്റേറ്റ് യഥാർത്ഥത്തിൽ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് എനർജി ഓഫ് ദ സിസ്റ്റം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടോട്ടൽ എനർജി ഈ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പാർട്ടിക്കിൾസിന് E1 കിട്ടും, കുറച്ച് പാർട്ടിക്കിൾസിന് E2 കിട്ടും. അങ്ങനെ ആയിരിക്കും ആ എനർജിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഈ പാർട്ടിക്കിൾസിലേക്ക് എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന വസ്തുക്കളല്ല, ദേ ആർ ഇൻ കണ്ടിന്യൂസ് മോഷൻ, ദേ വിൽ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. കൈനറ്റിക് തിയറിയിൽ നിങ്ങൾക്കറിയാം, ഒരുപാട് സമയം ഈ എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ തവണയും നമുക്ക് പറയാൻ പറ്റത്തില്ല E1 എനർജി ഉള്ള ഇത്ര പാർട്ടിക്കിൾസ് ആണെന്ന്. കാരണം ആ പാർട്ടിക്കിൾസ് ആയിരിക്കും ഉടൻ തന്നെ കൊളൈഡ് ചെയ്ത് അതിന്റെ എനർജിക്ക് ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ അവരെടുക്കുന്ന പ്രൊപ്പോർഷൻ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മൈക്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ is one of the huge number of such type of different accessible arrangements of the molecular energy of a system. ഒരുപാട് ഈ നമ്മൾ കൊടുത്ത മോളിക്കുലർ എനർജി പല രീതിയിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിലുള്ള അത്രയും അറേഞ്ച്മെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെഫിനിറ്റ് ഇൻസ്റ്റന്റിൽ മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് ഇൻസ്റ്റന്റ് ഇറ്റ് മേ വേരി. So for a particular macrostate we can expect a large number of such arrangements. അപ്പോൾ അതിൽ ഓരോ അറേഞ്ച്മെന്റിന്റെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈക്രോസ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. That's why I told you it's a detailed study of energy of the system or detailed look at the energy that molecules or other particles possess. ഓരോ പാർട്ടിക്കിളും പൊസസ് ചെയ്യുന്ന എനർജിയുടെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് മൈക്രോസ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് തന്നെ എടുക്കാം, ഒരു മാക്രോസ്റ്റേറ്റ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാസ്സിന്റെ ഓവറോൾ ബിഹേവിയർ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ആവറേജ് പ്രോപ്പർട്ടീസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്ന ബെഞ്ചുകൾ, ആ ഓരോ റോ വൈസ് നിങ്ങൾ വന്നിരിക്കുന്നത് ഓരോ എനർജി ലെവലാണെന്ന് ഇരിക്കുന്നത്. അപ്പോൾ E1 എനർജി ലെവലുള്ള ആൾക്കാർക്ക് മാത്രമേ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാൻ പറ്റൂ.
E2 എനർജി ലെവലുള്ളവർക്ക് മാത്രമേ സെക്കൻഡ് ബെഞ്ചിൽ ഇരിക്കാൻ പറ്റൂ. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നടത്തിയിരിക്കുന്നത്. നിങ്ങൾ ഗ്യാസ് മോളിക്യൂൾസ് ആണെന്ന് കൺസിഡർ ചെയ്യുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടിക്കുന്നു, നിങ്ങൾ വോളിൽ പോയി ഇടിക്കുന്നു, നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും? ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന കുറെ ആൾക്കാർക്ക് എനർജി ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവർ വേറൊരു എനർജി ലെവലിലേക്ക് പോയി. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒരിക്കൽ വന്ന ക്ലാസ്സിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ബെഞ്ചിൽ 3 പേർ, സെക്കൻഡ് ബെഞ്ചിൽ 4 പേർ, അങ്ങനെ ആയിരിക്കും. അത് ഒരു മൈക്രോസെക്കൻഡ്. തൊട്ടടുത്ത നിമിഷം നിങ്ങളുടെ എനർജി പിന്നെയും മാറി. ഫസ്റ്റ് ബെഞ്ചിൽ ഒരാളായി, സെക്കൻഡ് ബെഞ്ചിൽ 5 ആയി, അങ്ങനെ അങ്ങനെ ഓരോ സമയത്തും സ്പെസിഫിക് ടൈമിലും ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ ഒരു കോമ്പിനേഷൻ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഓരോ തവണയും വന്ന് ക്ലാസിന്റെ ഫോട്ടോ എടുത്താൽ ഈ ഫോട്ടോകളെല്ലാം ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? നിങ്ങളുടെ പൊസിഷൻ, സീറ്റിംഗ് പൊസിഷൻ എല്ലാ ഫോട്ടോകളിലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൈക്രോസ്റ്റേറ്റിനെ പറയാം, ഇറ്റ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് ഫോട്ടോഗ്രാഫി ഓഫ് ദ എനർജി ഓഫ് ദ സിസ്റ്റം. ഒരു സമയത്തുള്ള ആ ഒരു ഫോട്ടോഗ്രാഫ് എനർജി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതാണ് ആ സമയത്തുള്ള മൈക്രോസ്റ്റേറ്റ്. അങ്ങനെ ഇത് നടന്ന് എന്ത് ചെയ്യും? നിങ്ങൾ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്തും. എല്ലാവരും പിന്നെ അവരുടെ എനർജി പിന്നെ ചേഞ്ച് ചെയ്യാതെ അവർ ആ എനർജി ലെവലിലേക്ക് കണ്ടിന്യൂ ചെയ്യും. ആ മൈക്രോസ്റ്റേറ്റ് ആണ് നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയത്തിന് കാരണമായ മൈക്രോസ്റ്റേറ്റ്. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അത് എത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു മൈക്രോസ്റ്റേറ്റ് അവിടെ അച്ചീവ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ദിസ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോസ്റ്റേറ്റ് ആൻഡ് മൈക്രോസ്റ്റേറ്റ്. അല്ലാതെ എമൗണ്ട് ഓഫ് മാറ്ററിലല്ല. മാക്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു ബിഹേവിയർ. നിങ്ങൾ ആ സിസ്റ്റത്തിന്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്നിവ പഠിച്ച് അതിന്റെ മൊത്തത്തിലുള്ള ബിഹേവിയർ പഠിക്കുന്നതാണ് മാക്രോസ്റ്റേറ്റ്. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് എനർജിയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ മൈക്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈച്ച് സ്പെസിഫിക് വേ, each arrangement of the energy of each molecule in the whole system at any instant. That is important. So each specific way, each arrangement of the energy of each molecule in the whole system at any instant is called microstate. അപ്പോൾ മൈക്രോസ്റ്റേറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എനർജി, ഓരോ മോളിക്യൂൾസും പൊസസ് ചെയ്യുന്ന എനർജിയുടെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം അവിടെ ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് സ്പേസ് അവിടെ ആവശ്യമായിട്ട് വരും. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ അറിയാം, ഇപ്പോൾ ഒരു നേർരേഖയിൽ, ഒരു ലൈനിൽ കൂടി ഒരു 1 ഡയമെൻഷണൽ മോഷൻ സഞ്ചരിക്കുന്ന ഒരാളുടെ പൊസിഷൻ എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ് ആക്സിസ് മാത്രം മതി, ആൻഡ് ഐ ക്യാൻ റെപ്രസെന്റ് ദ പൊസിഷൻ ഓഫ് ദാറ്റ് ഓബ്ജെക്ട് വിത്ത് എ സിംഗിൾ ഡോട്ട്. ഈ ഒരു ഒറ്റ ഡോട്ട് കൊണ്ട് എനിക്ക് ആ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും, കാരണം 1 ഡയമെൻഷണൽ മോഷൻ. സപ്പോസ് ഒരു പ്ലെയിനിൽ കൂടിയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്, അപ്പോൾ ഒരു 2 ഡയമെൻഷണൽ മോഷനായി. ആ 2 ഡയമെൻഷണൽ മോഷന്റെ ഇൻഫർമേഷൻ അദ്ദേഹം എവിടെയാണ് എന്നുള്ളത് എനിക്ക് ഒരു സിംഗിൾ ആക്സിസിൽ ഒരു പോയിന്റ് ഇട്ട് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു 2 ഡയമെൻഷണൽ മോഷൻ ആണ്. നിങ്ങൾക്ക് ഒരു സിംഗിൾ പോയിന്റ് ഇട്ട് അതിന്റെ ഇൻഫർമേഷൻ പറയണമെന്നുണ്ടെങ്കിൽ യു റിക്വയർ 2 ആക്സിസ്. നിങ്ങൾക്ക് 2 ആക്സിസ് വേണം. യു റിക്വയർ എക്സ് ആൻഡ് യു റിക്വയർ വൈ. ഇങ്ങനെ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 2 ഡയമെൻഷണൽ സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കൊണ്ട് പറയാം, അദ്ദേഹം എക്സ് ആക്സിസിൽ ഇത്ര ദൂരെയും വൈ ആക്സിസിൽ ഇത്രയും ദൂരെയും മാറി നിൽപ്പുണ്ട്. സോ ഒരൊറ്റ പോയിന്റിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പൊസിഷനെ നോട്ടിഫൈ ചെയ്യാം. ഞാൻ ഇനി 3 ഡയമെൻഷൻ അദ്ദേഹത്തിന് പറക്കാനും കൂടെ സാധിക്കുമെന്ന് കരുതുക. നിങ്ങൾക്ക് ഈ 2 ഡയമെൻഷനിൽ നിങ്ങൾക്ക് ഒരു സിംഗിൾ പോയിന്റ് കൊണ്ട് പറയാൻ പറ്റുമോ? കാരണം ഈ സെഡ് ആക്സിസും കൂടെ ഉണ്ട്. അവിടെ നിങ്ങൾ എന്തെടുക്കും? ഒരു 3 ഡയമെൻഷണൽ ആക്സിസ് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായ കാര്യം, ഓരോ ഡയമെൻഷൻ മാറുമ്പോഴും ആ ഇൻഫർമേഷൻ ഒരു ഒറ്റ പോയിന്റിൽ പറയണമെന്നുണ്ടെങ്കിൽ അത്രയും ആക്സിസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അല്ലാതെ ഒരു 3 ഡയമെൻഷണൽ മോഷൻ ഒരു 2 ഡയമെൻഷണൽ ആക്സിസ് ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു എനർജിയെ നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾ ഇരിക്കുകയാണ്, ഒരു കണ്ടെയ്നറിൽ ഒരു ഗ്യാസ് മോളിക്യൂൾ. നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? അതിന്റെ പൊസിഷനും ഇമ്പോർട്ടൻ്റ് ആണ്, അതിന്റെ എനർജിയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പൊസിഷൻ നമ്മൾ പറഞ്ഞ 3 ഡയമെൻഷണൽ സ്പേസ് ഉണ്ട്, എക്സ് വൈ സെഡ്. അതുപോലെ എന്തും കൂടെ അറിയണം, ആ സമയത്തുള്ള അതിന്റെ എനർജിയുടെ ഇൻഫർമേഷനും കൂടെ നമുക്ക് വേണം. അപ്പോൾ ഒരു എനർജിയുടെ ഇൻഫർമേഷൻ നമുക്ക് എന്ത് രൂപേണ കിട്ടും? നമുക്ക് മൊമെന്റം, ഒരാളുടെ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇസ് അനലോഗസ് ടു ഹിസ് എനർജി. അപ്പോൾ മൊമെന്റത്തിന്റെ ഇൻഫർമേഷനും പൊസിഷന്റെ ഇൻഫർമേഷനും വേണം. അപ്പോൾ ഒരു വസ്തു ഇരിക്കുകയാണെങ്കിൽ അതിന് എക്സ് വൈ ഇസെഡ് കാണും, അതുപോലെ തന്നെ പി എക്സ്, പി വൈ, പി ഇസെഡ് എന്ന് പറയുന്ന 6 കമ്പോണന്റ് അതിന് കാണും. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ വളരെ വ്യക്തമായിട്ട് ആ മോളിക്യൂൾസിന്റെ എനർജി നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പം യു ഹാവ് 6 കോർഡിനേറ്റ്സ്. അങ്ങനെയാണെങ്കിൽ
ഒരു സിമ്പിൾ ഡോട്ട് ഇട്ട് സിംഗിൾ ഡോട്ട് ഇട്ട് ഇൻഫർമേഷൻ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഡയമെൻഷൻ വേണം? 6 dimensional space വേണം. And that space is called phase space. PHASE. Phase space. So phase space is nothing but is a 6-dimensional space from which you will get the information regarding the position as well as momentum. ഒരു പാർട്ടിക്കിളിന്റെ അല്ലെങ്കിൽ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ പൊസിഷനെ കുറിച്ചും മൊമെന്റത്തിനെ കുറിച്ചും, എന്താണ് മൊമെന്റം അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്? എനർജി. അപ്പോൾ പൊസിഷനെ കുറിച്ചും എനർജിയെ കുറിച്ചും കംപ്ലീറ്റ് ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് ഫേസ് സ്പേസ്. അത് എത്ര ഡയമെൻഷൻ ആണ്? ഇറ്റ്സ് എ 6-dimensional space. So this 6-dimensional space for a single molecule is called phase space. Sometimes it may called mu space. Mu space അല്ലെങ്കിൽ phase space എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഒരു മോളിക്യൂളിന്റെ ഒരു ഇൻസ്റ്റന്റേനിയസ് സ്റ്റേറ്റ് can be represented by a single point in a phase space and that point is called phase point. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് phase point. അപ്പോൾ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓഫ് ദ സിസ്റ്റം at any instant can be given by phase point. അതുപോലെ തന്നെ നമുക്ക് ഈ ഫേസ് സ്പേസിൽ ഒരുപാട് വോളിയംസ് കണ്ടുപിടിക്കാം. ഐഡന്റിക്കൽ ആയിട്ട് ഒരുപാട് വോളിയംസ്. ഇപ്പം ഇങ്ങനെ ഒരു വോളിയം ഞാൻ എടുക്കുന്നു. ഇത് തെറ്റാണ്, കാരണം ഇതൊരു 3-dimensional വോളിയമാണ്. ഇതേപോലെ ഒരു 6-dimensional വോളിയം എടുക്കുന്നു. അതിന്റെ ഒരു സ്മോൾ ഇൻഫിനിറ്റസിമൽ വോളിയം ആയിരിക്കും. 3-dimension ആണെങ്കിൽ നിങ്ങൾ പറയും dx dy dz ആണ് വോളിയം എലിമെന്റ് എന്ന്. പക്ഷെ ഒരു 6-dimension ആയതുകൊണ്ട് dpx dpy dpz കൂടെ വേണം. അപ്പം ഇത്രയുമുള്ള വോളിയം എലിമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് ഒരു ഫേസ് സ്പേസിൽ കൺസിഡർ ചെയ്യാം. ആ ഓരോ അത്തരം വോളിയത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫേസ് സെല്ലുകൾ എന്ന് പറഞ്ഞു. സോ ഫേസ് സെൽസ് എന്ന് പറയുന്നത് ദേ ആർ നത്തിങ് ബട്ട് ദ വോളിയം ഓഫ് ദിസ് വാല്യൂ പ്രസന്റ് ഇൻ എ ഫേസ് സ്പേസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അങ്ങനെ ഒരുപാട് ഫേസ് സെല്ലുകൾ ഒരു ഫേസ് സ്പേസിൽ വരും. അങ്ങനെ ആ ഓരോ ഫേസ് സെല്ലും യു ക്യാൻ എക്സ്പെക്ട് എ ലാർജ് നമ്പർ ഓഫ് ഫേസ് പോയിന്റ്സ്. ഈ ഒരു രീതിയിലാണ് ഫേസ് സ്പേസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഒരു ഫേസ് സ്പേസ് കൺസിഡർ ചെയ്യുന്നു. അതിൽ ഞാൻ 2 ഫേസ് സെല്ലുകൾ എടുക്കുന്നു. ഒന്ന് ഐ എന്നും ഒന്ന് ജെ എന്നും പറയുന്ന 2 ഫേസ് സെല്ലുകൾ. നമുക്ക് ആ ഫേസ് സ്പേസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് 4 പാർട്ടിക്കിൾസ് ആണ്. എ ബി സി ഡി എന്ന് പറയുന്ന 4 പാർട്ടിക്കിൾസിനെ നമുക്ക് ഈ ഫേസ് സ്പേസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അത് ഏതൊക്കെ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2 ഫേസ് സെല്ലുകളുണ്ട്, ഐ എന്നും ജെ എന്നും. 4 പാർട്ടിക്കിൾസ് ഉണ്ട്, എ ബി സി ഡി. ഐയിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം NI ആണ്, ജെയിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം NJ ആണ്. ഐ എന്ന് പറയുന്ന സെല്ലിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? ജനറൽ ആയിട്ട് NI. ജെ എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ജനറൽ ആയിട്ട് NJ ഉണ്ട്. നമുക്കപ്പോൾ എത്ര രീതിയിൽ ഇതിന്റെ ഒരു സെലക്ഷൻ നടക്കാമെന്ന് നോക്കാം. നമുക്ക് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? ടോട്ടൽ 4 പാർട്ടിക്കിൾസ് ഉണ്ട്. എത്ര രീതിയിൽ? ഒന്നുകിൽ ഐ എന്ന് പറയുന്ന സെല്ലിൽ 4 പാർട്ടിക്കിൾസിന് ഇരിക്കാം, അങ്ങനെയാണെങ്കിൽ ജെ സെല്ലിൽ ഇല്ല, 0. അടുത്തത് ഐ എന്ന് പറയുന്ന സെല്ലിൽ 3 പേർക്ക് ഇരിക്കാം, അങ്ങനെയാണെങ്കിൽ ജെയിൽ 1. അടുത്തത് ഐ എന്ന് പറയുന്ന സെല്ലിൽ 2 പേർ, ജെയിൽ 2 പേർ. അടുത്തതോ ഐ എന്ന് പറയുന്ന സെല്ലിൽ 1, ജെയിൽ 3. ആൻഡ് ദ ലാസ്റ്റ് ഐയിൽ ആരുമില്ല, എല്ലാവരും എവിടെ ഇരിക്കുന്നു? ജെ എന്ന് പറയുന്ന സെല്ലിൽ ഇരിക്കുന്നു. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പിനേഷൻ these are the different macro states. 5 മാക്രോ സ്റ്റേറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഫേസ് സെല്ല് ഉപയോഗിച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് മാക്രോ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലുള്ള ഓരോ മാക്രോ സ്റ്റേറ്റിനും യു ക്യാൻ എക്സ്പെക്ട് ഡിഫറെന്റ് മൈക്രോ സ്റ്റേറ്റ്. അപ്പോൾ ഒരു മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ മാക്രോ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഐ ആം കൺസിഡറിങ് എ പർട്ടിക്കുലർ മൈക്രോ സ്റ്റേറ്റ് ഇൻ വിച്ച് NI നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ith സെൽ എന്ന് പറയുന്നത് 3ഉം NJ 1ഉം ഉള്ള ഒരു മാക്രോ സ്റ്റേറ്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഇതിൽ എത്ര മൈക്രോ സ്റ്റേറ്റ് വരാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെ ഇതിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? ഐ എന്ന് പറയുന്ന സെല്ലുണ്ട്, ജെ എന്ന് പറയുന്ന സെല്ലുണ്ട്. അപ്പോൾ ഐയിൽ 3 പേരും ജെയിൽ 1 മാത്രമേ വരാൻ പാടുള്ളൂ ആ മൈക്രോ സ്റ്റേറ്റ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഐയിൽ എയും ബിയും സിയും കയറി വന്നു. ഡി എവിടെ വന്നു? ജെയിൽ വന്നു. സോ ദിസ് കറസ്പോണ്ട്സ് ടു NI = 3, NJ = 1. അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? എയും ബിയും ഡിയും ഇവിടെ വന്നു, സി ഇവിടെ വന്നു. അടുത്തതോ എയും
സിയും ഡിയും ഇവിടെ വന്നു, ഡി ഇവിടെ വന്നു. അടുത്തത് ബിയും സിയും ഡിയും ഇവിടെ വന്നു, താഴെ ആര് വന്നു, എ. ഇനി ഒരു കോമ്പിനേഷൻ പോസിബിൾ ആണ്. So these are the different microstate combination corresponding to the macrostate having Na equal to 3 and Nj equal to 1. ഇനി ഒരു മൈക്രോസ്റ്റേറ്റ് കോമ്പിനേഷൻ നിങ്ങൾക്ക് പോസിബിൾ ആണ്? അല്ല. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് എത്രയാണ്? 4. ഇതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബബിലിറ്റി n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 4. ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ്? 4 ആണ്. സോ 4 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്രോബബിലിറ്റി ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദി ഫോർ എ പർട്ടിക്കുലർ മാക്രോസ്റ്റേറ്റ്. Probability of a particular macrostate is defined as the number of microstates corresponding to that macrostate. ആ മാക്രോസ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റുകളുടെ എണ്ണമായിരിക്കും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്.